നമുക്കിന്ന് ഗൂഗിൾ ഡോക്യുമെൻറ്റിനെ പരിചയപ്പെടാം. ഗൂഗിൾ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ MS വേർഡ് പോലുള്ള റൈറ്ററിന് തുല്യമായ ഒരു ഓൺലൈൻ സങ്കേതമാണ് ഗൂഗിൾ ഡോക്യുമെൻ്റ്. നമ്മൾ ഗൂഗിൾ ഫോം ചെയ്തതുപോലെ ഈ മൈ ഡ്രൈവ്, അതായത് ഗൂഗിൾ ഡ്രൈവിൽ തന്നെയാണ് ഈ ഗൂഗിൾ ഡോക്യുമെൻറ്റും സേവ് ചെയ്യുക. നമുക്ക് 3 തരത്തിൽ ഈ ഗൂഗിൾ ഡോക്യുമെൻ്റ് എടുക്കാം. ഒന്ന്, ഈ ഗൂഗിൾ ആപ്ലിക്കേഷൻ വഴി ഡോക്സ് തിരഞ്ഞെടുക്കുക. രണ്ടാമത്, നമ്മൾ ഗൂഗിൾ ഫോം തിരഞ്ഞെടുത്തതുപോലെ മൈ ഡ്രൈവിൽ നമുക്ക് ഗൂഗിൾ ഡോക്യുമെൻ്റ് എടുക്കാം. ഇവിടെ ഗൂഗിൾ ഡോക്സ് കിട്ടും. മൂന്നാമത്തെ വഴി, പുതിയ ബ്രൗസർ വഴി ഗൂഗിൾ ഡോക്സ് അടിച്ചു കൊടുക്കുക. ബ്ലാങ്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഗൂഗിൾ ഫോം തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഗൂഗിൾ ഡോക്യുമെൻറ്റും തിരഞ്ഞെടുക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏത് കാര്യവും ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അത് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് സേവ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ റൈറ്ററിലുള്ള എല്ലാ ടൂൾസും ഓപ്ഷൻസും നമുക്കിവിടെ കാണാം. അതായത് ഫയൽ എഡിറ്റ് വ്യൂ, അതുപോലെ തന്നെ ഈ ഫോണ്ടിൻ്റെ സെറ്റിങ്സ്, അലൈൻമെൻറ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെയുണ്ട്. ഫയലിലെ എല്ലാം ഇത് നമ്മൾ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും ഒരേ സമയം ഈ ഗൂഗിൾ ഡോക്യുമെൻ്റ് ഉപയോഗിച്ച് പലർക്കും എഡിറ്റ് ചെയ്യാൻ സാധിക്കുമെന്നത്. ഇതൊരു ഷെയറബിൾ ലിങ്കായിട്ട് കൊടുക്കാം. അപ്പോൾ ആ ലിങ്ക് വഴി ഇവിടെ പ്രവേശിച്ചിട്ട് എഡിറ്റിംഗ് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഡോക്യുമെൻ്റ് മറ്റൊരാൾക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയും എന്നതാണ് പ്രത്യേകത. ഇപ്പോൾ വേർഡ് ഫയലാണെങ്കിൽ ഫയൽ നമ്മൾ അയച്ചു കൊടുത്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, എഡിറ്റ് ചെയ്യേണ്ടത്. ഇതിവിടെ ഒരേ സമയം, അതായത് എഡിറ്റ് ചെയ്ത സംഭവം, അയാൾ എന്താണ് എഡിറ്റ് ചെയ്തത് എന്നും ഇവിടെ കാണിച്ചു തരും. എഡിറ്റ് ഹിസ്റ്ററി, ഏതൊക്കെ മാറ്റാണ് വരുത്തിയത്. ഇത് നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ ഇവിടെ സേവിങ് ബട്ടൺ, സേവ്ഡ് ടു ഡ്രൈവ്, അതായത് അതേ സമയം തന്നെ ഡ്രൈവിലേക്ക് സേവ് ചെയ്യപ്പെടുന്നു. ഒരു സേവിങ് ഓപ്ഷനൊന്നുമില്ല, അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഷെയറബിൾ ലിങ്കായ ഒരാൾ ലോകത്തിൻ്റെ വേറൊരു കോണിൽ നിന്നും എന്ത് ചെയ്യാം, ഒരാൾ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നിന്നും എഡിറ്റ് ചെയ്യാം. അപ്പോൾ അതായത് ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന് ചെയ്യുന്നത് പോലെ ചെയ്യാൻ പറ്റുന്നൊരു സങ്കേതം. ഇവിടെ അൺടൈറ്റിൽ ഡോക്യുമെൻ്റ് ആണ്. ഇവിടെ ഒരു പേര് കൊടുത്താൽ അപ്പോൾ അതാണ് നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ പേര്. അപ്പോൾ അവിടെ ആ പേരിലാണ് ഗൂഗിൾ ഡ്രൈവിലേക്ക് അത് സേവ് ചെയ്യപ്പെടുന്നത്. ഇവിടെ ടൂൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ട്രാൻസ്ലേറ്റ് ഡോക്യുമെൻറ്റ്, ചൂസ് എ ലാംഗ്വേജ്, ഏത് ഭാഷയിലേക്കാണോ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് സ്ക്രോൾ ബട്ടൺ ഉപയോഗിച്ചിട്ട് ഏത് ഭാഷയിലേക്കാണോ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ആ ഭാഷ തിരഞ്ഞെടുത്താൽ മതി. ട്രാൻസ്ലേറ്റ്. അപ്പോൾ മറ്റൊരു ഡോക്യുമെൻറ്റിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത
ഡോക്യുമെൻ്റ്. നിരവധി ആളുകൾക്ക് ഒരേ സമയം ഈ പ്രമാണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത ഡോക്യുമെൻ്റ് ഇവിടെ ഉണ്ട്, അതിൻ്റെ ട്രാൻസ്ലേറ്റ് ചെയ്ത കോപ്പി, ട്രാൻസ്ലേറ്റഡ് കോപ്പി ഓഫ് 1 2 3 അതിവിടെയുണ്ട്. എളുപ്പം, അതായത് നമുക്ക് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഷയിൽ നിന്ന് എഴുതിയ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സങ്കേതം, ടൂളിലെ ട്രാൻസ്ലേറ്റ് ഡോക്യുമെൻ്റ്. ഇനി ഈ ടൂളിൽ തന്നെ മറ്റൊരു ഓപ്ഷൻ ഉള്ളത് വോയിസ് ടൈപ്പിംഗ്. വോയിസ് ടൈപ്പിംഗ് സങ്കേതം നമുക്ക് മൊബൈലിൽ ഉള്ള സാധനമാണ്. അപ്പോൾ അവിടെ വോയിസ് ടൈപ്പിംഗ് ക്ലിക്ക് ചെയ്താൽ ഉടനെ എന്ത് ചെയ്യും, ഒരു ഐക്കൺ പ്രത്യക്ഷപ്പെടും. അവിടെ ഏത് ഭാഷയിലാണോ നമ്മൾ സംസാരിക്കുന്നത് ആ ഭാഷ സെലക്ട് ചെയ്ത് കൊടുക്കണം. ലോകത്തിലെ മിക്കവാറും എല്ലാ ഭാഷയും ഇവിടെ ഉണ്ട്. ഇപ്പം നമ്മൾ മലയാളത്തിലാണെങ്കിൽ സംസാരിക്കുന്നത് മലയാളം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ മലയാളം ആയതുകൊണ്ടാണ് ഇവിടെ മലയാളം വന്ന് നിൽക്കുന്നത്. മലയാളം ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ മലയാളമാണ് നമുക്ക് ടൈപ്പ് ചെയ്യുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ അത് ഓപ്പണായി. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ സംസാരിച്ചാൽ അതങ്ങനെ തന്നെ അവിടെ ടൈപ്പ് ചെയ്ത് വരും. അപ്പോൾ സംസാരിക്കുമ്പോൾ അതൊരു പ്രത്യേകതയുണ്ട്, വളരെ വ്യക്തമായി അക്ഷര സ്ഫുടതയോടെ സംസാരിക്കണമെന്ന് മാത്രം. നമ്മൾ എന്താണോ പറയുന്നത് അത് ഇവിടെ എഴുതി കാണിച്ചു തരും. ഇതും നമുക്ക് ഉപകാരപ്രദമായ ഒരു സംവിധാനമാണ്. അവിടെ ക്ലിക്ക് ചെയ്താൽ അത് ഓഫായി. വീണ്ടും നമുക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ഡോക്യുമെൻ്റ് അടിക്കാം. ഏത് ഭാഷയിലേക്കാണത് ആ ഭാഷ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഹിന്ദി കൊടുത്തു നോക്കാം. ഇംഗ്ലീഷാണെങ്കിൽ ഇംഗ്ലീഷിൽ കിട്ടും. എഴുതി പരിഭാഷയായിട്ട് പുതിയൊരു ഡോക്യുമെൻ്റിൽ സേവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇപ്രകാരം നമ്മൾ സാധാരണ റൈറ്ററിൽ എഴുതുന്നതിനേക്കാൾ അപ്പുറം ഉള്ള സംവിധാനം നമുക്ക് ഈ ഗൂഗിൾ ഡോക്യുമെൻ്റ് വഴി ലഭിക്കുന്നതാണ്. ടൈപ്പ് ചെയ്ത സംഭവം ഇത് അതേപോലെ കോപ്പി ചെയ്തിട്ട് വേറൊരു ഡോക്യുമെൻറ്റിലേക്ക്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഡോക്യുമെൻറ്റിലേക്ക് പേസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ ഇൻസേർട്ടിൽ നമ്മൾ സാധാരണ വേർഡ് ഡോക്യുമെൻറ്റിൽ ഉള്ളതുപോലുള്ള ഇമേജ്, ടേബിൾ, ഡ്രോയിങ്, ചാർട്ട് അതൊക്കെ, അതേപോലെ ഇക്വേഷൻ, പെട്ടെന്ന് ഈ മാത്സിൻ്റെ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ഒരു വർക്ക്ഷീറ്റ് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻസ് അത് നമ്മുടെ ഗൂഗിൾ ഷീറ്റിലും ലഭ്യമാണ്. അതുപോലെ നമ്മൾ സ്പ്രെഡ്ഷീറ്റിൽ ലഭ്യമായ ഒരു സങ്കേതമാണ്. എല്ലാ ഇക്വേഷനൊന്നും കിട്ടില്ല, എങ്കിലും കുറേ ഇക്വേഷനെല്ലാം ഇങ്ങനെ പലതരത്തിലുള്ള സംഭവം ഏതാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇൻസേർട്ടിലെ ഒരു ഇക്വേഷനെ കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ ഈ ആഡ് വൺ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ഡു മോർ വിത്ത് ഡോക്യുമെൻറ്റ്സ്. അതായത് ക്ലൗഡിലുള്ള ആഡ് വൺ, ഗെറ്റ് ആഡ് വൺ ക്ലിക്ക് ചെയ്താൽ ഓൺലൈൻ ക്ലൗഡുകളിലുള്ള വിവിധ സോഫ്റ്റ്വെയറുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ആഡ് ചെയ്ത്
സേവനം ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. ഇവിടെ ചാർട്ട്, ഡയഗ്രാം ഉപയോഗിക്കുന്നത്. ബിബ്ലിയോഗ്രഫി, ഡോക് ടു ഫോം, അപ്പം അങ്ങനെ ഓരോന്ന്. ഇത് മാത്ത് ടൈപ്പ്. നമ്മുടെ മാത്തമാറ്റിക്സ് ചോദ്യപേപ്പർ സെറ്റിങ്സിലെല്ലാം ഈ മാത്ത് ടൈപ്പ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കാറുണ്ട്. ഒരു മാസത്തേക്ക് ഇവർ ട്രയൽ തരും, പിന്നീട് നമ്മൾ പണം അടക്കണം. അത്തരത്തിലുള്ള ക്ലൗഡ് സോഫ്റ്റ്വെയറുടെ ഉപയോഗം നമുക്ക് ആഡ് ചെയ്തിട്ട് ഗൂഗിൾ ഡോക്യുമെൻറ്റിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. വേറെ ഏതെങ്കിലും സൈറ്റിലുള്ള ഒരു കാര്യങ്ങൾ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാം. അങ്ങനെയാണ് റിസർച്ച് ആവശ്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്നത്. ഇതിൽ ഷെയറിംഗ് ഓപ്ഷൻ കൂടി പരിചയപ്പെടുത്താം. ഷെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ആർക്കാണോ നമ്മൾ ഷെയർ ചെയ്യുന്നത്, പീപ്പിൾ ആൻഡ് ഗ്രൂപ്പ്സ്, ആർക്കൊക്കെയാണോ ഷെയർ ചെയ്യുന്നത് അവരുടെ മെയിൽ ID വഴി നമുക്ക് അവരുടെ ടൈപ്പ് ചെയ്താൽ, മെയിൽ ID ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അവരിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ ഒരു എഡിറ്റർ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതൊരു വ്യൂവർ, കമൻറ്റർ, എഡിറ്റർ. ഒരു വ്യൂവർ മാത്രം, എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ആ തരത്തിൽ അയച്ചു കൊടുക്കാം. അയാൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വെച്ചിട്ട്, ഇപ്പോൾ ഏതാണോ നമുക്ക് ആവശ്യം ആ തരത്തിൽ. ഇനി ഇവിടെ നോട്ടിഫൈ ദ പീപ്പിൾ, അപ്പോൾ അവർക്ക് ഒരു മെസ്സേജ് പോവുകയാണ്. എന്താണോ നോട്ടിഫൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണോ മാറ്റം വരുത്തേണ്ടത്, എഡിറ്റ് ചെയ്യേണ്ടത്, അവിടെ നോട്ടിഫൈ ചെയ്യും. അതിൽ സെൻഡ് അടിച്ചാൽ അവരുടെ മെയിലിലേക്ക് നേരിട്ട് സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ സംഭരിച്ച് വെക്കുന്നതുകൊണ്ടാണ് നമ്മുടെ മെയിലിന് നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അത് സെൻഡ് ചെയ്യാൻ പറ്റുന്നത്. സെറ്റിംഗ് ഷെയർ വിത്ത് ദ പീപ്പിൾ സെറ്റിങ്സ് ഏതൊക്കെ ചെയ്യണം നമുക്കിവിടെ തിരഞ്ഞു കൊടുക്കാം, ഏതൊക്കെയാണ് വേണ്ടത് എന്ന്. തൽക്കാലം നമ്മൾ ക്യാൻസൽ അടിക്കുകയാണ്. ഇതിൻ്റെ ലിങ്ക്, കോപ്പി ലിങ്ക് കുറേ ആൾക്കാർക്കാണ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഗൂഗിൾ ഫോം ചെയ്തതുപോലെ ഈ ലിങ്ക്, കോപ്പി ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ മെയിൽ വഴി അല്ലെങ്കിൽ വാട്സപ്പ് വഴി അയച്ചു കൊടുക്കാൻ സാധിക്കും. ഈ ഫയൽ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ്, ഇത് വേർഡിലേക്ക് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഓഫ്ലൈനായിട്ട് ഉപയോഗിക്കാം. PDF ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ ഇമെയിൽ ആസ് അറ്റാച്ച്മെൻറ്റ്, നേരിട്ട് തന്നെ ഇമെയിലിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. പബ്ലിഷ് ടു വെബ്, ഒരു വെബ് പേജിലേക്ക് നേരിട്ട് പബ്ലിഷ് ചെയ്യാം. അങ്ങനെ ഈ സാധാരണ ഒരു റൈറ്ററിൽ ഇല്ലാത്ത ഒരുപാട് ഓപ്ഷൻസും ഈ ഫയലിലുണ്ട്. ഫയലിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്താൽ നമുക്ക് ഈ അതേ ലാംഗ്വേജിൻ്റെ ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് അത് നമുക്ക് ലഭ്യമാണ്. നേരിട്ട് ടൈപ്പ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ 2 സങ്കേതം, വോയിസ് ടൈപ്പും ഉണ്ട്, അതുപോലെ തന്നെ ഇൻസ്ക്രിപ്റ്റും ഉണ്ട്. മീറ്റിങ്ങുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ റിസർച്ച് ആവശ്യങ്ങൾക്ക് ഏതിനു വേണ്ടിയും വളരെ ഈസിയായി ഉപയോഗിക്കാൻ പറ്റുന്നൊരു സങ്കേതമാണ്. ഈസിലി ഷെയറബിൾ, എളുപ്പത്തിൽ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് വർക്കിംഗ് ടുഗദർ ആ ഒരു സങ്കല്പത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. കമ്പൈൻ എഡിറ്റ് അതിനു സാധിക്കും. അത് വിവിധ കോണുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരേ ഡോക്യുമെൻറ്റിൽ വ്യത്യസ്ത ആൾക്കാർക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വൈവിധ്യവൽക്കരിക്കാൻ അല്ലെങ്കിൽ വിപുലപ്പെടുത്താൻ, ഒരാൾ എഴുതിയൊരു ഡോക്യുമെൻ്റ് വിപുലീകരിക്കാൻ മറ്റൊരാൾക്ക് കഴിയും. ഒരേ സമയം കഴിയും എന്നതാണ് പ്രത്യേകത. ഇനി അതിൻ്റെ ഓണറായ ഒരാൾക്ക് ഈ എഡിറ്റിംഗ് ഓപ്ഷൻ വഴി എന്തൊക്കെ മാറ്റങ്ങളാണ് ലാസ്റ്റ് വരുത്തിയത് എന്ന് നോക്കാനും അത് വേണമെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ കളയാം, ആ തരത്തിൽ ഉപയോഗിക്കാൻ പറ്റും.